നമ്മളിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ്. അള്ളാഹു എല്ലാവരുടെ ബിസിനസ്സുകളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെ കച്ചവടങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാരണം പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? പൈസ ഉണ്ടാവണം കയ്യിൽ. സാമ്പത്തികമായ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ റിസ്കിന് വേണ്ടി, സമ്പത്തിനൊക്കെ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വേളകളുണ്ട്. ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും നല്ല ഒരു കച്ചവടം ഏതാണ്? പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നതായ ഏറ്റവും മനോഹരമായ ലാഭങ്ങൾ കൊയ്യുവാനുള്ളതായ കച്ചവടത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഏതാണ് കച്ചവടം? ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ. ഒരു പരിശുദ്ധമായ കച്ചവടം, ഏറ്റവും ലാഭം കൈക്കൊള്ളാനുള്ളതായ, ഒരിക്കലും തീരാ നഷ്ടമില്ലാത്തതായ ഒരു കച്ചവടം. ഹൽ അദുല്ലുകും അലാ തിജാറ. എങ്ങനെയുള്ള കച്ചവടമാണ്? തുൻജീകും മിൻ അദാബിൻ അലീം. നരകീയമായ ശിക്ഷകളെ ആ കച്ചവടം തടുത്തു നിർത്തും. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ആ കച്ചവടം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ആ കച്ചവടം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ജീവിതത്തിന്റെ അഖില മേഖലകളിൽ ആ കച്ചവടത്തെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് നാരകീയമായ ശിക്ഷയെ തൊട്ട് നമുക്ക് കാക്കുവാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ആ കച്ചവടം. അള്ളാന്റെ പ്രവാചകൻ പറയാണ്, സ്വഹാബത്തെ, ഈ കച്ചവടത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, ശ്രദ്ധയോടെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, തുമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലകും ഇൻ കുൻതും തഅലമൂൻ. പരിശുദ്ധമായ കച്ചവടം ഏതാണ് സഹോദരങ്ങളെ? ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കാവുന്നതായ ഏറ്റവും നല്ല കച്ചവടം ഏതാണ് സഹോദര? ദുനിയാവിൽ നമുക്ക് ഒരുപാട് കച്ചവട മേഖലകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, മുഴുവൻ മുഅ്മിനീങ്ങളുടെ കച്ചവടങ്ങളിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, ബർക്കത്ത് ഉണ്ടാക്കണേ റബ്ബേ. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതായ ഏറ്റവും നല്ല കച്ചവടം ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തുമിനൂന ബില്ലാഹി വറസൂലിഹി. അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുക, അവന്റെ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുധാവനം ചെയ്യുക. മാത്രമല്ല, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടങ്ങൾ നടത്തുക, മുജാഹിദീങ്ങളാകുക. മുജാഹിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനെഞ്ചത്ത് കെട്ടുന്നവനെയല്ല. മുജാഹിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവനെയല്ല. മുജാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാമികൾ അംഗീകരിക്കാത്തവനല്ല. ഇവിടുത്തെ മുജാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഅംവാലികും വഅൻഫുസികും. നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടങ്ങൾ നടത്തുന്നവനാണ്. ഇന്നലകൾ കണ്ടതുപോലെ, ഇന്നലകൾ വഖഫിനെതിരായ, വഖഫ് എന്ന് പറയുന്നതായ നിയമം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നടത്തുന്നതായ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടില്ലയോ? സമയം കൊടുത്തുകൊണ്ട്, സമ്പത്ത് ചെലവാക്കിക്കൊണ്ട് എത്രയോ മുഅ്മിനീങ്ങളാണ് പോരാട്ടങ്ങൾ നടത്തുന്നത്. അല്ലാഹുവേ, മുസീബത്തുകളെ തൊട്ട് നമ്മുടെ ഉമ്മത്തിനെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അങ്ങനെ പോരാട്ടങ്ങൾ നടത്തുക, വാക്കുകൾ കൊണ്ട്, ശരീരങ്ങൾ കൊണ്ട്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അല്ലാഹ് നമ്മുടെ പാപങ്ങളെ പഠിച്ചു പുറത്തു തരികയാണ്. താഴ്വരയിലൂടെ അരുവികൾ ഒഴുകുന്നതായ, അരുവികൾ ഒഴുകുന്നതായ സ്വർഗ്ഗലോകത്ത് നിങ്ങളെ പാർപ്പിക്കാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുന്തും തഅലമൂൻ. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, ഞാൻ വലിയ അറിവാളിയാണ്, എനിക്ക് എല്ലാ വിഷയത്തെ കുറിച്ച് അറിവുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ അറിവുള്ളവനാകുന്നത്? അറിവുള്ളവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. കേൾക്കേണ്ടത്
കേൾക്കുന്നത് പോലെ കേൾക്കണം. നമ്മൾ എവിടെന്നെങ്കിലും കേട്ടുകൊണ്ട് ആരുടെയെങ്കിലും മേലെ പിന്നെ അടിക്കാൻ പോവുക, പിന്നെ തല്ലാൻ പോവുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുക, ഇതൊന്നും അറിവുള്ളവരാണ് ഒരാളെ കുറിച്ച് പറയുന്ന കാര്യമില്ല. സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പാർപ്പിക്കാമെന്ന് പറഞ്ഞ വിശ്വാസികളെ കുറിച്ചാണ്. ഏറ്റവും നല്ല കച്ചവടത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വ അൻഫുസികും. നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കും, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യും, പോരാട്ടങ്ങൾ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളെടുത്ത് അന്യായമായ നിലയിൽ ഏവനെങ്കിലും കുത്തിക്കയറ്റണമെന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായ രീതിയിൽ നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാരുടെ നിലയിൽ അന്യായമായ നിലയിൽ പോരാട്ടം നടത്തണമെന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ സംരക്ഷകരായി, ദീനിന്റെ നിയമങ്ങളുടെ സംരക്ഷകരായി പോരാടണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, ദുനിയാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ നന്മയായ കാര്യങ്ങളെ അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വന്ന പ്രവാചകനല്ല, ഈ ദുനിയാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം വന്ന പ്രവാചകനല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലും മരണത്തിന് ശേഷവും എന്റെ ഉമ്മത്തികൾ വിജയിക്കണം എന്നുള്ള ഉയർന്ന ലക്ഷ്യമുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പഠിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വ അൻഫുസികും. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നലകൾ നമ്മൾ കണ്ടതാണ്. പല രീതിയിലുള്ള പാർട്ടികൾ, പല രീതിയിലുള്ള സംഘടനകൾ. എന്റെ സഹോദരങ്ങളെ, താൽക്കാലികമായി കോടതിയുടെ ഉത്തരവ് നമുക്ക് അനുകൂലമാണെങ്കിലും നമ്മൾ ഏറെ പ്രതീക്ഷയോടെ ഒന്നും കാണണ്ട. താൽക്കാലികമായി പറയുകയാണ് വഖഫിന്റെ സ്വത്തിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് കോടതി ഉത്തരവിടുന്നെങ്കിൽ അതിന്റെ പിന്നിലുള്ളതായ ലക്ഷ്യങ്ങള്, ഗൂഢ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളുടേതായ പ്രവർത്തനങ്ങളിലാണ്. മുസ്ലിമീങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബദറിന്റേതായ പിൻഗാമികളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതായ വിശ്വാസ സമുദായം ഉഹദിന്റെ പിൻഗാമികളാണ്. തബൂക്കിന്റെയും ഖന്ദഖിന്റെയും പിൻഗാമികളാണ് ഈ മുസ്ലിം ഉമ്മത്ത്. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഇവിടെ സംഘടനകളില്ല, ഇവിടെ രാഷ്ട്രീയമായ ശക്തികളില്ല. നമ്മൾ മുസ്ലിമീങ്ങളാണോ, എടോ മുസ്ലിമീങ്ങളാണ് എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഒരു മഹല്ല് മുഴുവൻ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കും നമുക്ക് താഴെ ഇറക്കാൻ കഴിയും. അത്ര പവറുണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന്. കാരണം ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ്. ഇത് ബദരീങ്ങളുടെ അനുയായികളാണ്. വെറും ബദറിന്റെ മൗലിദ് മാത്രമല്ല നമുക്ക് പാടാൻ കഴിയുന്നത്, ബദറിന്റെ സ്വഹാബത്തിൻ്റെതായ പേരുകൾ മാത്രമല്ല നമുക്ക് ഉരുവിടാൻ കഴിയുന്നത്. ഒരു വിശ്വാസം, ഒരു ഈമാനികമായ ശക്തി, ഒരു ഈമാനികമായ പൈതൃകമുള്ളവരാണ് ഈ ഉമ്മത്ത് എന്നുള്ള ഒരു ഉറക്കെ ഒരു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വഖഫിന്റേതായ നിയമം നമുക്കിപ്പോ അനുകൂലമാണ് അല്ലെ? ചിലപ്പോ കുറച്ചു നാളത്തേക്ക് നമുക്കൊരു ആശ്വാസത്തിന് ഒരു കൽക്കണ്ടിട്ടുന്ന പോലെ ഇട്ടുന്നിരിക്കാണ്. നമ്മൾ മറന്നു പോകണ്ട, ബാബരിയുടേതായ ചരിത്രങ്ങൾ നമ്മൾ മറന്നു പോകണ്ട. ഇതിനെതിരെ, ഈ ഒരു നിയമത്തിനെതിരെ അൽഹംദുലില്ലാഹ് നമ്മുടെ പല സംഘടനകളും പല മേഖലകളും അതിനെതിരെ നമ്മൾ പ്രതിഷേധങ്ങളും മറ്റു പ്രക്ഷോഭ പരിപാടികളൊക്കെ വയ്ക്കുന്നുണ്ട്. സമയമുള്ളത് പോലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൊരു മുസ്ലിം ആണ് എന്നുള്ള രീതിയിൽ പങ്കെടുക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മരിച്ചു പോയാലും ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് താമസിക്കണം, മദ്രസകൾ ഇവിടെ നിലനിൽക്കണം, മദ്രസകൾ നമ്മുടെ മക്കള് സുഗമമായ രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിനുവേണ്ടി പരിശ്രമം നടത്തേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. കാലഘട്ടത്തിനൊത്ത് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ പരിശ്രമിക്കുക, എത്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിന്റെ പണം നടക്കും. നമുക്ക് ഇവിടെ ഇരുന്ന് ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നടക്കുകയുള്ളൂ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിശ്രമം ആവശ്യമാണ്. മുസ്ലിമിന്റെ പരിശ്രമമൊന്നും പാഴാവൂല. മുസ്ലിമിൻ്റെതായ ഓരോ പ്രവർത്തനവും അതിന് ജീവനുള്ള പ്രവർത്തനമാണ്. അൽഹംദുലില്ലാഹ് അടുത്ത ആഴ്ച അതിന്റെ ഡേറ്റ് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് കൊടുങ്ങല്ലൂരിന്റെയും മതിലകം റേഞ്ചിന്റേതായ നേതൃത്വത്തിലായി അൽഹംദുലില്ലാഹ് ഈ വഖഫ് നിയമത്തിനെതിരെ, നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതായ നിയമത്തിനെതിരെയുള്ള പോരാട്ടം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.
അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് പുറത്ത് നമ്മുടെ ബഹുമാന്യനായ നൂറുദ്ദീൻ സാഹിബ് ഗ്രൂപ്പുകളിൽ ഇട്ടതാണ്. ഗ്രൂപ്പുകൾ വരെ നോക്കണ്ടാവുമല്ലോ. നമ്മുടെ മുമ്പ് വീട്ടിൽ കാണുന്നത് പള്ളിയുടെ തൊട്ട് മുന്നിലുള്ളതായ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കാൻ അവർ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരുന്നവരാണ്. KL 47D 7001 എന്നുള്ളതായ കാർ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അവരറിയിക്കുകയാണ്. പക്ഷെ അതിൽപ്പെട്ട ആരെങ്കിലും ആ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കാറിനെ അവിടെ നിന്ന് മാറ്റി ദയവ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സഹകരിക്കണമെന്ന് വിനീതമായി അറിയിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വഴി നമ്മൾ ഒരിക്കലും തടസ്സം ചെയ്ത് KL 47D 7001 എന്നുള്ളതായ വാഹനം ആ സ്ഥലത്ത് നിന്ന് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തോട് മാറ്റിയിടും. എത്രയോ സ്ഥലങ്ങളുണ്ട്. കാരണം ഈ കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. കാറിൽ വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കും. ജുമായ്ക്ക് വരുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമ്മുടെ ഇബാദത്തിന് വേണ്ടി വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ 1ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം തന്നെ മര്യാദയാണ്. അത് കഴിഞ്ഞാണ് ഇബാദത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ മര്യാദയോടുകൂടി നമ്മൾ അള്ളാഹിന്റെ പള്ളിയിൽ വരും. അള്ളാഹു അത് ഉയർന്ന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാഹ് ആ നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തെ കുറിച്ചൊക്കെ അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ളതായ ഈമാനികമായ വിശ്വാസം നമുക്ക് നമ്മുടെ ഹൃദയത്തിലൂടെ അരക്കിട്ടുറപ്പിക്കണം. ഏത് ശക്തികൾക്കും അതിനെ പിച്ചു ചീന്താൻ സാധിക്കാത്ത രീതിയിൽ, ഏത് ദുർശക്തികൾക്കും ഏത് മോശമായ ശക്തികൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ളതായ അചഞ്ചലമായ വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്രസ സംവിധാനം ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായ മദ്രസ സംവിധാനം, കുട്ടികളെ മദ്രസയിൽ അയച്ചുകൊണ്ട്, ഇൽമി കലാലയങ്ങൾ അയച്ചുകൊണ്ട്, ഹിഫ്ള് പഠിപ്പിച്ചുകൊണ്ട്, ശരിയാത്ത് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി നല്ല രീതിയിൽ റാഹത്താകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതുപോലെ പരിശ്രമവും നടത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പറയുന്നത് ആർക്കും അലോസരമാകണ്ട. ഈ മുയിലർ എപ്പോഴും തന്നെ പറയുക, മക്കളെ പഠിപ്പിക്കുക, മക്കളെ പഠിപ്പിക്കുക. ഇത് പറയുമ്പോൾ നിരന്തരമായി പറഞ്ഞ ഒരു നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിരന്തരമായി പറയുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബ, നിങ്ങൾ പള്ളിയിലോട്ട് വാ, അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യ്. വർഷങ്ങളോളം ദഅവത്ത് ചെയ്ത പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 950 വർഷം ദഅവത്ത് ചെയ്തു. അതിപ്പോ നമുക്ക് 2 ജുമാകളിലായി 3 ജുമാകളിലായി അടിക്കടി പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യം ഏറ്റവും വലിയൊരു മുഖ്യമായി നമ്മൾ എടുക്കും. നമ്മുടെ മക്കളുടെ ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, ആ മക്കളുടെ കാര്യം ഏറ്റവും മനോഹരമായി ചിന്തിക്കുക, ഏറ്റവും മനോഹരമായി വിജയിക്കുവാനുള്ള വഴികൾ ഒരുക്കി. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ മറ്റേ ഡേറ്റും കാര്യങ്ങളൊക്കെ, അതായത് പ്രതിഷേധ നമ്മുടെ ഈ റേഞ്ചിൻ്റെതായ കീഴിൽ നടക്കുന്നതായ ഡേറ്റും കാര്യങ്ങളും പിന്നീട് ഇൻഷാ അല്ലാഹ് അതിന്റെ സമയം പോലെ അറിയിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുക. മുഴുവൻ മുസീബത്തിൻ്റെതായ വാതിലുകളും അല്ലാഹു നമ്മുടെ മുന്നിൽ കൊട്ടിയടയ്ക്കുമാറാകട്ടെ. മുഴുവൻ ഫിത്നയുടെയും ഫസാദിന്റെയും വാതിലുകൾ എന്നേക്കുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടച്ച് നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളുടെ ജീവിതവും ഈ ദീനനുസരിച്ചുള്ളതായ മുഅ്മിനീങ്ങളുടെ ജീവിതമൊക്കെ അല്ലാഹു റാഹത്തിലാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അടുത്ത ആഴ്ച വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബഹുമാന്യനായ ട്രഷറർ മഹല്ല് ഗ്രൂപ്പിൽ അറിയിച്ചതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യം, കാറുള്ളവരൊക്കെ നമ്മുടെ ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദയവ് ചെയ്ത് വിനീതമായി അറിയിക്കാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ബൈക്കാകട്ടെ 4 വീലർ ആകട്ടെ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പള്ളിയിൽ, പ്രത്യേകിച്ച് പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും കാരണം ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വലിയൊരു വൃക്ഷമാണ്. നമ്മൾ വിശ്വസിക്കുന്നതായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വലിയൊരു വൃക്ഷമാണ്. അതിന്റെ ഉന്നതമായ ആദ്യത്തെ സ്ഥാനം ഈ കലിമത്ത് തൗഹീദിന്റെതായ ഉന്നതമായ സ്ഥാനം ഈ ഈമാനിന്റെതായ കലിമയാണെങ്കിൽ, അതിന്റെ അവസാനത്തേതായ ഒരു വഴിയെ കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാത്തത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്ന് അതിന്റെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുക ഈ വൃക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന സ്ഥാനം. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ പേര് പോലെ തന്നെ
നമ്മളെല്ലാവരും നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രവർത്തന മേഖലകളിലും അതിനെ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ജുമുഅ സാക്ഷി നിർത്തി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാക്കി യഥാർത്ഥ വിശ്വാസികളാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്.